ഉഷ്ണകാലം പ്രതിരോധിക്കാൻ നടപടികളുമായി സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ നിർദ്ദേശം. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സൂര്യാഘാതത്തിലുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകും. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അനുവദിക്കാനും തീരുമാനം. റോഷി പാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷി, ഫെബ്രുവരി മാസം പകുതിയാകുമ്പോൾ തന്നെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയായിരുന്നു. സമയക്രമീകരണം അടക്കം നടത്തുന്നുമുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ചൂട് വരുന്ന മാസങ്ങളാണ്. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ? മധു, കൊടുംചൂട് വരുന്നു. ഈ സാഹചര്യത്തിലാണ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ മന്ത്രിയും ആരോഗ്യ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ. കൃത്യമായ ചികിത്സ, ഈ പൊള്ളലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ കരുതുന്നു. സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സൂര്യാഘാതത്തിനുള്ള ചികിത്സ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അതിന്റെ പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനം ഏർപ്പെടുന്നത്. അതിനൊപ്പം തന്നെ ഈ തണ്ണീർപ്പന്തൽ ഉൾപ്പെടെ ആളുകൾ കൂടുന്ന ബസ് സ്റ്റാൻഡുകളിലും അങ്ങനെ ആൾക്കൂട്ടമുണ്ടാകുന്ന മാർക്കറ്റുകളിലൊക്കെ ഒരുക്കാനുള്ള നിർദ്ദേശമാണ്. മുന്നൊരുക്കങ്ങളും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ആദ്യഘട്ടത്തിൽ എല്ലാ ജില്ലാ കളക്ടർമാർക്കും 1 കോടി രൂപ അനുവദിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ചൂട് കൂടുമ്പോൾ ആ ചൂടേൽക്കാതിരിക്കാൻ, അത് മറികടക്കാൻ, ആ ഉഷ്ണം മറികടക്കാനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണ് പണം അനുവദിച്ചത്. കൃത്യമായ നിരീക്ഷണം വേണം. എല്ലാ തരത്തിലും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിന്റെ ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണുള്ള ഉത്തരവാദിത്വം അതാത് ജില്ലാ കളക്ടർമാർക്ക് നൽകിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം പിരിഞ്ഞത്. മാധു, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയ പ്രേക്ഷകരെ, നമ്മളെല്ലാവരും വളരെ വ്യക്തിപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത്. കൊടും ചൂടാണ് വരുന്നത്. ഈ തദ്ദേശ സ്ഥാപനങ്ങളോ സർക്കാരോ ആരോഗ്യ പ്രവർത്തകരോ ഒക്കെ എത്ര മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ തന്നെയാണ്. ധാരാളം വെള്ളം കുടിക്കണം, വലിയ വെയിലുള്ള സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെ അടക്കം പുറത്തുവിടാതിരിക്കുക, സമയക്രമീകരണം പാലിക്കുക, അങ്ങനെ പലതും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്.